ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡ് കളക്ഷൻസിനെ കുറിച്ചാണ്. കൊല്ലം ജില്ലയിൽ എഴുകോണിൽ താമസിക്കുന്ന ജിജി മാഡത്തിൻ്റെ ഓർക്കിഡ് കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മാഡം കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചും ഇത് നടുന്ന രീതിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഓർക്കിഡ്സ് എല്ലാം തന്നെ കോംബോ ഓഫേഴ്സിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കോംബോ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഓർക്കിഡ് കളക്ഷൻസും എല്ലാം കാണാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓർക്കിഡ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഞാൻ ഈ സെല്ലേഴ്സിനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓർക്കിഡ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ജിജി മാഡത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 3 മാസത്തിന് മുമ്പ് നമ്മളൊരു ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിലെനിക്ക് എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിക്കുകയും എൻ്റെ കയ്യിൽ നിന്ന് ഓർക്കിഡൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചായിരുന്നു. അന്നേരം ആ വാങ്ങിയവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അന്ന് നമ്മളൊരു 10 ഓർക്കിഡിൻ്റെ കോംബോയാണ് കൊടുത്തിരുന്നത്. അന്നേരം എല്ലാവർക്കും 10 ഓർക്കിഡ് വാങ്ങാനൊന്നും പൈസ ഉള്ളവരെല്ലാവരും കാണണമെന്നില്ല. അന്നേരം അവർക്ക് നമ്മൾ ഇന്നൊരു 2 ആയിട്ടാണ് വന്നേക്കുന്നത്. അതൊന്ന് ഒരു 5 പ്ലാന്റിൻ്റെ കോംബോയും പിന്നെ ഒരു 10 പ്ലാന്റിൻ്റെ കോംബോയുമാണ്. 5 പ്ലാന്റിന് 600 രൂപയും 10 പ്ലാന്റിന് 1000 രൂപയുമാണ്. പ്ലാന്റ് സൈസൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തിയായ സീഡ്ലിങ്സ് ആണ്. പിന്നെ നമുക്കിത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് പോട്ട് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ അതിൻ്റെ വളർച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫ്ലവറിങ്ങിന് എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മറ്റുള്ള ചെടികളെ പോലെ ഓർക്കിഡ് ചെടി വളർത്താൻ ഒരു പ്രയാസവുമില്ല. ഓർക്കിഡ് ചെടിക്കാകുമ്പോൾ കൂടുതൽ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഒരു ഓർക്കിഡ് ചെടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നുള്ള വിധം പറഞ്ഞു തരാം. അത് നമുക്കൊരു ഓർക്കിഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടിങ് ആണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അത് കരിക്കട്ടയിൽ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പോട്ട് മതി. ഒരുപാട് വലിയ പോട്ട് എടുക്കേണ്ട. ഹോളൊക്കെ നല്ലതായിട്ടുള്ളൊരു ചെറിയ പോട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് കരിക്കട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സീഡ്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി. ഈ സീഡ്ലിങ്സ് തരുന്നത് ഒരു ചെറിയ തൊണ്ടിൻ്റെ പീസിനകത്താണ് ഈ സീഡ്ലിങ്സ് ഇരിക്കുന്നത്. അവർ ആ തൊണ്ട് ഒട്ടും ഇളക്കേണ്ട കാര്യമില്ല. ആ തൊണ്ടോട് കൂടി തന്നെ വേണം നമ്മളിത് ഈ കരിയിലോട്ട് പോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിലുള്ള ഭാഗത്ത് വെക്കുകയേ ചെയ്യല്ലേ. എപ്പോഴും തണലത്ത് മാത്രമേ ഇത് ഓർക്കിഡ് വെക്കാൻ പാടുള്ളൂ. വെയിൽ നേരിട്ട് ഏറ്റാൽ ഇത് കരിഞ്ഞുണങ്ങിപ്പോകും. അതുപോലെ ഈ ഓർക്കിഡ് പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓർക്കിഡിന് മറ്റുള്ള ചെടികളെ പോലെ നമുക്ക് എല്ലാ വളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിന് ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. പിന്നെ പച്ചച്ചാണകത്തിന് തെളി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാവെള്ളം പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ശീമക്കൊന്നയുടെ ഇല മിക്സിയിൽ അരച്ചിട്ട് അതിൽ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് പെട്ടെന്ന് ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് ഇത് വളരാൻ ഈ ശീമക്കൊന്നയുടെ ഇല സഹായിക്കും. ഇത് പിന്നെ വേനൽക്കാലത്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. മഴക്കാലത്ത് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യല്ലേ. പെട്ടെന്ന് ഈ ഫംഗലൊക്കെ ഉണ്ടാവും ഈ മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ. കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒഴിച്ചു കൊടുക്കാം. വേനൽക്കാലത്തും കൊടുക്കാം. അതുപോലെ തന്നെ മഴക്കാലത്തും കെമിക്കൽ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന് പിന്നെ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ കെമിക്കൽ ഫെർട്ടിലൈസർ. അതിന് NPK 19 ഗ്രീൻ കെയറോ പിന്നെ അതുപോലെ മിറക്കിൾ ഗ്രോത്ത് ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് 5 മാസം വരെ മാത്രം ഈ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ 5 മാസം വരെ കൊടുത്താൽ മതി. 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും
പിന്നെ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കണം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇതിൻ്റെ ഓർക്കിഡ് വളർത്താൻ ഒട്ടും തന്നെ അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ചെറിയ പോട്ട് വാങ്ങിക്കുക, കോൺ ഷേപ്പിലുള്ള, അതിൻ്റെ അകത്തേക്ക് കരിക്കട്ട ഇട്ടിട്ട് ഓർക്കിഡ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പല രീതിയിലാണ് ഓരോരുത്തർ പോട്ടിങ് തയ്യാറാക്കുന്നത്. ചിലർ ചെറിയ ചെറിയ കോക്കനട്ട് ഹസ്ക് മുറിച്ച് അതിൻ്റെ അകത്തിടാറുണ്ട്. അതുപോലെ തന്നെ ചിലർ വന്നിട്ട് ഓടും കഷ്ണമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ രീതി വ്യത്യസ്തമായിരിക്കും. പലരും പല രീതിയിൽ പരീക്ഷിച്ച് വിജയിച്ചെടുത്തായിരിക്കുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും നല്ലത് കരിക്കട്ടയിൽ തന്നെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു വരും. അതിലൊരു വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലും ഈർപ്പം നിലനിർത്താനായിട്ട് കരിക്കട്ടയ്ക്ക് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ കുറച്ച് കുറവായിരിക്കും കരിക്കട്ട ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർക്കിഡ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പം. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതേ സെയിം പ്ലാന്റാണ് തരുന്നത്. നമുക്ക് അന്നേരം 10 പ്ലാന്റിൻ്റെ കോംബോയും 5 പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട്. ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ നമുക്ക് ഇപ്പം ഒൺസീഡിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു 4-5 കളറൊക്കെ ഇപ്പം ഒൺസീഡിയത്തിൻ്റെ നമുക്കിപ്പം സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഡോൺ മേരി ഓർക്കിഡിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. അത് വളരെ റെയറായിട്ടുള്ള ഓർക്കിഡ് സ്പീഷീസിനകത്തുള്ളതാണ്. അതും മാഡത്തിൻ്റെ കയ്യിലുണ്ട്.
നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.